എൻ്റെ പ്ലസ് ടു കഴിയുന്ന സമയത്താണ് ഒരു ഗ്രാമപ്രദേശത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് മാറുന്നത്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലവുമായിട്ട് അടുക്കാൻ തുടങ്ങി. ആ ഒരു പ്രദേശത്ത് ഞങ്ങളുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള പ്ലോട്ടുകളൊന്നും വിറ്റ് പോകാത്തതുകൊണ്ട് ഞങ്ങളവിടെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ആ പ്ലോട്ടുകൾക്ക് 3 വശവും കാട് പിടിച്ച് കിടക്കുന്ന റബ്ബറും തോട്ടവും. ഒരിക്കലൊരു വൈകുന്നേരം ഞാൻ നടക്കാൻ പോയപ്പോൾ എനിക്കൊരു പട്ടിക്കുട്ടനെ കിട്ടി. ഏകദേശം ഒരു 4, 5 മാസം പ്രായമുണ്ടാവും. അവനെ വീട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമായി. ലൂണ എന്ന് പേര് ഇട്ടു. ലൂണ പൊതുവേ രാവിലെ സൈലന്റ് ആണെങ്കിലും രാത്രി അങ്ങനെയല്ല. ഒട്ടുമിക്ക രാത്രികളിലും ഇവൻ കുരയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി ഞാൻ ഇറങ്ങി നോക്കി ഇവൻ എന്തിനാ കുരയ്ക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇരുട്ട് വീണ് കിടക്കുന്ന പറമ്പുകളല്ലാതെ എനിക്ക് വേറെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ലൂണയെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ലൂണ നേരെ നോക്കുന്നത് ആ പ്ലോട്ടുകൾക്ക് അപ്പുറത്തുള്ള റബ്ബർ തോട്ടത്തിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടുള്ളൊരു രാത്രി ലൂണയ്ക്കുള്ള ഭക്ഷണമായിട്ട് ഞാൻ പുറത്തു വന്നപ്പോൾ അവനെ അവിടെയൊന്നും കാണാനില്ല. ഞാൻ കുറേ വിളിച്ച് നടന്നു. അവൻ്റെ റെസ്പോൺസൊന്നുമില്ല. ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ പ്ലോട്ടുകൾ തീർന്ന റബ്ബറും തോട്ടം തുടങ്ങുന്ന അവിടെ അവനിരിപ്പുണ്ട്. ചെത്തിൽ വിളിച്ചിട്ട് പോലും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഞാൻ നടന്ന് അവൻ്റെ അടുത്തെത്തി. ഇവൻ്റെ ശ്രദ്ധ മൊത്തം ആ റബ്ബറും തോട്ടത്തിലേക്കായിരുന്നു. അപ്പോൾ ഞാനും നോക്കി അവിടെ എന്താ ഇവൻ നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. പക്ഷേ ആ ഒരു റബ്ബറും തോട്ടത്തിൽ ഇരുട്ട് ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന പോലെ. തോട്ടത്തിൻ്റെ വീതി കൂടി കൊണ്ടാണോ അല്ലെങ്കിൽ അത്രയ്ക്കും ഇരുട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ആ തോട്ടത്തിനപ്പുറത്ത് എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തോട്ടത്തിൻ്റെ ഭാഗത്തു നിന്നൊരു തണുത്ത കാറ്റടിച്ചു. ശരീരമാകെ ഇങ്ങനെ ഫ്രീസായി പോകണല്ലോ എനിക്ക് തോന്നുന്നു. അധികം നേരം അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ലൂണയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഗേറ്റ് അടച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇന്നലെ രാത്രി കൊടുത്ത ഭക്ഷണം അതേപടി അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ലൂണയെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. ഞാനും വീട്ടുകാരും കൂടി അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അവൻ്റെ ഒരു വിവരവുമില്ല. അങ്ങനെ ഞാൻ ആ റബ്ബറും തോട്ടത്തിൻ്റെ അടുത്ത് പോയി നോക്കാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ പ്ലോട്ട് തീർന്ന റബ്ബറും തോട്ടം തുടങ്ങുന്ന അവിടെ അവൻ ഇന്നലെ ഇട്ടിരുന്ന ബെൽറ്റ് പൊട്ടിക്കിടപ്പുണ്ട്. ഞാൻ ആ ബെൽറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചതും ഇന്നലെ അടിച്ച അതേ തണുത്ത കാറ്റിൻ്റെ മേത്തടിച്ചു. ആ തോട്ടത്തിലേക്ക് ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. രാവിലെ ആയിരുന്നിട്ട് കൂടിയും ഇപ്പോഴും അവിടെ ഇന്നലെ കണ്ട ഇരുട്ട് തങ്ങി നിൽക്കുന്നു.